ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ 3 രീതിയിലാണ് ഇതിനെ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ വൈറ്റ് മാർക്കിനകത്ത് ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് മാർക്കിന് ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റ് പേപ്പറിന് ക്ലാസ് TP ഒക്കെ ഇടുമ്പം അവിടെ മോസ്റ്റ്ലി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഈ ക്ലാസ് ടെസ്റ്റ് പേപ്പറിനകത്ത് പഠിക്കേണ്ടതാണ്. ക്ലാസ് ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങളുടെ ഈ ചാപ്റ്റർ മാത്രമായിട്ട് നിങ്ങൾക്ക് എക്സാം ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഞാൻ കൊടുത്തേക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് ഞാൻ എല്ലാം വൈറ്റിനകത്താണ് കൊടുത്തേക്കണേ. ദെൻ അതല്ലാതെ ഞാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പച്ചമഷി വെച്ചാണ്. പച്ചമഷിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമപ്പ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചുമപ്പിനകത്ത് എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഫൈനൽ എക്സാം ഇല്ലേ, ഇപ്പൊ ഈ ഫൈനൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. നമുക്ക് ഇനി ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലേറ്ററി മോഷൻ ആണ്. അപ്പൊ ഓക്സിലേറ്ററി മോഷനകത്ത് നമുക്ക് മോസ്റ്റ്ലി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്സിലേറ്ററി മോഷനകത്ത് നമുക്ക് ആദ്യം തന്നെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് പെൻഡുലോ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. മോസ്റ്റ്ലി പെൻഡുലോ ആയിട്ട് ബന്ധപ്പെട്ടതും വാട്ട് ഈസ് ഓക്സിലേറ്ററി മോഷൻ എന്നുള്ള രീതി ചോദ്യം ചോദിക്കാം. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്സിലേഷന്റെ എക്സാമ്പിൾസ് ഒക്കെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിന് 2 മാർക്കിനാണ് വരുന്നത് കേട്ടോ. 1 മാർക്കിന് 2 മാർക്കിന് ഇതൊക്കെ നമ്മൾ ക്ലാസ് ടെസ്റ്റ് പേപ്പറിനകത്താണ് ഈ 10 പോയിന്റ് പഠിക്കേണ്ടത്. ഈ 10 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലാസ് ടെസ്റ്റ് പേപ്പറിനകത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. എല്ലാം എന്തിനാ അത് തന്നെയാണ് ക്ലാസ് ടെസ്റ്റ് പേപ്പറിന് വരുമ്പം ഈ ചാപ്റ്റർ വൈസ് എക്സാം ഒക്കെ നടത്തുമല്ലോ, അതിനകത്ത് ആ സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ 10 പോയിന്റ്. ഈ 10 പോയിന്റ് ക്ലിയർ ആയിട്ട് അതിനെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഓക്സിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിന് 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കും. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓക്സിലേറ്ററി മോഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അത് 2 മാർക്കിന്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓക്സിലേറ്ററി മോഷൻ എന്ന് വെച്ചിട്ട് 2 എക്സാമ്പിൾ ഒക്കെ തരും. അത് 2 ഓപ്ഷൻസ് തരും. എന്നിട്ട് അതിനകത്ത് ഏത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് 1 മാർക്കിനും അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 1 മാർക്കിനുള്ളത് എങ്ങനെയാണെന്നുള്ളത് കിട്ടിയല്ലോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ടൈം പീരീഡ്, അതേപോലെ തന്നെ ഫ്രീക്വൻസി, അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ വേവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 1 to 2 മാർക്കിന് ഇതും വരുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കിന് വരുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് ടൈം പീരീഡ്, വാട്ട് ഈസ് ഫ്രീക്വൻസി, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. ഇതല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്, ഇതായിട്ട് ബന്ധപ്പെട്ട SI യൂണിറ്റ് ഉണ്ടല്ലോ, ആ SI യൂണിറ്റ്. ഇപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, അതേപോലെ തന്നെ ടൈം പീരീഡ് എന്താണെന്ന് അറിയാം, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ ആവൃത്തിയും ആയതിയും ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്സിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാം, ആന്തോളനമാണ് മലയാളം മീഡിയത്തിൽ വരുമ്പോൾ. അപ്പൊ അതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളാം കേട്ടോ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷൻ ആണ്. വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V = F ഇൻറ്റു എന്താണ് F ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ഫ്രീക്വന്റ്ലി ആസ്ക് ഒരു ഏരിയ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ എപ്പോഴും വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം നിങ്ങളുടെ പഴയ സിലബസിനകത്ത് അനുസരിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ പോർഷൻ എന്ന് വരുന്നത് സൗണ്ട് വേവിന്റെ വരുമ്പോൾ സൗണ്ട് ആയിട്ട് മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇതെന്ന് വെച്ചാൽ. ഇത് വെച്ചുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പണ്ടോട്ടെ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പച്ചമഷിയും വെച്ച് ചെയ്യുന്നുണ്ട്, മറ്റേത് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്, റെഡ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡും വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടിനും കേട്ടോ. രണ്ടിനും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ചോദിക്കാം. ചിലപ്പോൾ സ്പീഡ് ആയിരിക്കും ചോദിക്കാം. നിങ്ങൾക്കാണെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരിക്കും, ലാംഡയും തന്നിട്ടുണ്ടായിരിക്കും, വേവ് ലെങ്തും തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇത് നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും തന്നെ കേട്ടോ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഇമ്പോർട്ടന്റ് ആണ്. ഓൺ എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് മോസ്റ്റ്ലി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിക്കും. ഇത് തമ്മിലുള്ള കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിക്കും. ഇതിന് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കും. ഇത് മോസ്റ്റ്ലി വരുന്നത് ടേബിളമാറ്റിക് ആയിട്ടുള്ള രീതിയിലും ചൂസ് ടൈപ്പ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ A1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് തരും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറയും, നിങ്ങളോടാണെന്നുണ്ടെങ്കിൽ കോളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന ഹെഡിങ് കൊടുക്കാൻ പറയും. അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാൻ പറയും. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്
ചൂസ് ചെയ്ത് എഴുതാൻ പറയും. ഓക്കെ, അങ്ങനെയുള്ള രീതിയിലുള്ള വരുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്താണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, എന്താണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിങ്ങനെയായിരിക്കും മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, ഞാനിവിടെ എഴുതാം. ഇങ്ങനെ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. എന്താ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് വിത്ത് എക്സാമ്പിൾ, എനി ടു എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളും അവിടെ നിന്ന് വരാം. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് ആണ്. റെസൊണൻസും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനും ആണ് വരുന്നത്. റെസൊണൻസും ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞതും അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. രണ്ടിനും പഠിക്കണം, നമ്മൾ അത് രണ്ടിനും പഠിക്കണം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് മോസ്റ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസൊണൻസ് എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ റെസൊണൻസ് ഹാക്സോ ബ്രീഡിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതൊന്നും ജസ്റ്റ് നോക്കി വെച്ചേക്കാം. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കണം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുകൊണ്ട് ഗ്രാഫിന്റെ ഇമേജസ് അറിയാം. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന്റെയും ട്രാൻസ്വേഴ്സ് വേവിന്റെയും ഇമേജസ് അറിയാലോ. ആ ഇമേജസ് വെച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ ഡയഗ്രാം, ആ ഡയഗ്രാം നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളും ചോദിക്കും കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചോണേ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്സോൾബേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ദെൻ അതല്ലാതെ നിങ്ങൾക്ക് പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് റെസൊണൻസ്, എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം. ആ ടൈപ്പ് ഓഫ് രീതിയിലുള്ള കാര്യങ്ങളാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷനും അതേ ടൈപ്പ് രീതിയിലാണ് ചോദ്യം വരുന്നത്. പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെയാണെന്നുകൊണ്ട് ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഇമേജസ് വെച്ച് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് രണ്ടിനും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ എക്കോ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫൈനൽ എക്സാമിനും മറ്റേതിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എക്കോ ആൻഡ് റിവർബറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ്. അന്നത്തെ ഡിസ്റ്റൻസ് ടൈം ഫോർമാറ്റ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. എന്നാൽ പോലും എക്കോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, റിവർബറേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ലാതെ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുന്ന് എക്കോ ആൻഡ് റിവർവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിങ്ങളോട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫോർമുല ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം നമുക്കറിയാം ദൂരം വെച്ചുള്ള, ഇപ്പം എക്കോ തന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആയിട്ടുള്ള ദൂരം, എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള ടൈപ്പ് ഓഫ് രീതിയിലൊക്കെ നമുക്കറിയാലോ. 1/10 സെക്കൻഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നാലും അത് ഒരു ഇൻഡയറക്റ്റ് മോഡലിൽ നിങ്ങളോട് ചോദിക്കും. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോയും റിവർബറേഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ, അതെന്താണെന്നൊക്കെ ഉള്ള രീതി ചോദ്യം ചോദിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒക്കെ വെച്ചാണ് ചെയ്യേണ്ടത്. അത് 4 മാർക്കിനൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതെന്താ നല്ലപോലെ നോക്കണം. അത് നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ദെൻ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി പഠിക്കേണ്ട ആവശ്യം വരുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഈ എക്സാമിനാണ്, മറ്റേ ഓൺ എക്സാമിനാണ് അൾട്രാ വേവ്സിന്റെ കൂടുതലും വരുന്നത്. എന്നാൽ പോലും നിങ്ങൾ മറ്റേതിനും പഠിച്ചോളുക. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മോസ്റ്റ്ലി മറ്റേതിനും പഠിക്കണം. എന്നാൽ പോലും എന്താണ് ഓൺ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഞാൻ എന്നാലും മറ്റേതും കൂടി ചെയ്തേക്കാം. ഇതും പഠിച്ചോ എന്നാലും കുഴപ്പമില്ല. പഠിച്ചെന്ന് ഓർത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇച്ചിരി കൂടി ടോപ്പിക്സ് അല്ലേ വരുന്നുള്ളൂ. ആകെ 5 ടോപ്പിക്സ് ആണ് ഞാൻ എന്തിനു കൊടുത്തിട്ടുള്ളൂ, ഫൈനൽ എക്സാമിനായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഫൈനൽ എക്സാമിന് കൊടുത്തേക്കണേ. അപ്പൊ നിങ്ങൾ ആ 5 ടോപ്പിക്സ് ഫൈനൽ എക്സാമിന് ആകുമ്പോൾ നല്ല രീതിയിൽ നോക്കണം. പിന്നെ ഓൺ എക്സാമിന് വരുന്ന ടോപ്പിക്കാണ് എന്ത്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ എക്കോ ആയിട്ട് ജസ്റ്റ് ഒന്ന്, എക്കോ ശരിക്കും ഇതിനകത്ത് വരുന്നതാണ്, നമ്മുടെ ഇന്നകത്ത് പറഞ്ഞ പോലെ ഇന്നകത്ത് വരുന്നതാണ്. പക്ഷെ എന്നാലും പോലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ദെൻ പിന്നെ ടൈപ്പ് ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ടൈപ്പ് ഓഫ് വേവ് മോസ്റ്റ്ലി നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വരാം. ടൈപ്പ് ഓഫ് വേവ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഈ ഓൺ എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ MCQ ഉണ്ടാവുമല്ലോ.
അതുവഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ അതും കൂടി അത് അറിഞ്ഞിരിക്കും. ടൈപ്പ് ഓഫ് വേവിനകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വേവിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ അത് ഓർത്ത് വെക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത് മോസ്റ്റ്. പിന്നെ ഉള്ളത് ട്യൂണിംഗ് ഫോർക്കിന്റെ ആക്ടിവിറ്റി വെച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഡയഗ്രാം പിക്ചേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഒരു പിക്ചർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഏത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ റിവർബേഷന്റെ എക്സാമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ ഏതാണെന്നത് മനസ്സിലാക്കണം. അപ്പൊ ആ പിക്ചേഴ്സ് ഒക്കെ എല്ലാം നമ്മുടെ എന്തുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ എന്താണ് നമ്മുടെ ഫ്രീക്വൻസി, അതുപോലെ ആവർത്തി എന്ന് പറയും. അതുപോലെ ആംപ്ലിറ്റ്യൂഡ്, ആയതി, അല്ലെങ്കിൽ ആയതി, അതുപോലെ തന്നെ എന്താണ് വേവ് ലെങ്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മോസ്റ്റ്ലി നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. പിന്നെ ഇതിന്റെ SI യൂണിറ്റ്. ഓക്കെ, ഇത് ചോദ്യം ചോദിക്കും. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് വേവ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ തന്നായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് അറിഞ്ഞ് എഴുതി വയ്ക്കാം. ദെൻ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഡാഷ്, ഈ ടൈപ്പ് ഓഫ് രീതിയിൽ ചോദ്യം ചോദിക്കാം. ഡാഷ് എന്നുള്ള രീതിയിലല്ലേ ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ടായിരിക്കും ഇതും വരുന്നത്. അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് റെഫറൻസ്, ഗീവ് എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും മോസ്റ്റ്ലി ഇവിടെ നിന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ വി ഈക്വൽ ടു എഫ് ഇൻറ്റു എന്താ ലാംഡ, ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ വേറെ പറഞ്ഞ എക്കോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതെന്ന് പറഞ്ഞ ഇങ്ങനെയായിരിക്കും. കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്കോ ഹെഡ് ആഫ്റ്റർ 2 seconds. ഓക്കെ, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കണ്ടെത്തി ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഇത്രയും ടോപ്പിക്സ് എന്നായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇത്രയും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോനകത്ത് കാണാം.